കേരളത്തിൽ ഇത്തവണ കൂടുതൽ താമരകൾ വിരിയും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി.ജെ.പി കേരളത്തിൽ ശക്തിപ്പെടും. മലയാളികൾക്കിടയിലെ സ്വാധീനം കൂടും, അതുറപ്പാണ്. സർവേകൾ പ്രകാരം ബി.ജെ.പിക്ക് മികച്ച നിലയിൽ സീറ്റ് ലഭിക്കുമെന്ന പ്രവചനങ്ങളാണ് ഉയരുന്നത്. ബി.ജെ.പി എന്ന പാർട്ടി കേവലം വോട്ട് വർദ്ധിപ്പിക്കുക മാത്രമല്ല, കേരളത്തിൽ പ്രബല ശക്തിയായി മാറുകയും ചെയ്യുമെന്നതും ഉറപ്പിക്കാം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ തുടർച്ചയായി കേരളം സന്ദർശിക്കുന്നതും കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലുകളും കേന്ദ്ര പദ്ധതികളും ഒക്കെ തന്നെ കേരളത്തിലെ നിഷ്പക്ഷ വോട്ടർമാർക്കിടയിൽ ബി.ജെ.പിയുടെ സ്വാധീനം ഉറപ്പുവരുത്തുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള ഇടങ്ങളിൽ ബി.ജെ.പി കൈവരിച്ച വിജയം ഇതിന്റെ തെളിവാണ്. ഇത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുമെന്നതും ഉറപ്പ് തന്നെ. ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേടുന്ന വോട്ടുകളും സീറ്റുകളും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നതിൽ അതീവ നിർണായകമായി മാറുകയും ചെയ്യും. പല മണ്ഡലങ്ങളിലും LDF-ഉം UDF-ഉം ഒരു കൈയാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയണം. CPM സ്ഥാനാർത്ഥിക്ക് ജയിക്കുവാൻ കോൺഗ്രസ് ശക്തനല്ലാത്ത നേതാവിനെ മത്സരിപ്പിക്കും. തിരിച്ചും ഇത് തന്നെ അവസ്ഥ. ഇടതും വലതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവരൊക്കെ തന്നെ ഭരിച്ച് മുടിക്കണോ നമ്മുടെ നാട്, അതോ ഒരു വികസന മാറ്റം നമ്മുടെ നാട്ടിൽ വേണോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കാം.